ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ കേരള പാഠാവലി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിനു മുമ്പ് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. അപ്പം നമ്മൾ ഒരുപാട് ആക്ടിവിറ്റീസ്, പ്രവർത്തനങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി ബാക്കിയുള്ള പ്രവർത്തനങ്ങളും കൂടി നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഒരു ഇമെയിൽ തയ്യാറാക്കാനാണ്. അതിജീവനത്തിലൂടെ സാമൂഹിക അംഗീകാരം നേടിക്കൊണ്ടിരിക്കുന്ന ജസ്ഫറിനെ അഭിനന്ദിച്ചുകൊണ്ട് ഇമെയിൽ സന്ദേശം തയ്യാറാക്കാനാണ്. അതായത് ഇപ്പോൾ നമ്മുടെ നൂതന സാമൂഹിക മാധ്യമങ്ങളിൽ നമ്മളിപ്പോൾ പണ്ടത്തെ പോലെ കത്തല്ല, നമ്മൾ ഇമെയിലാണ് ഇപ്പോൾ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇമെയിൽ അയക്കുമ്പോൾ നമ്മൾ കത്ത് അയക്കുന്നത് പോലെ തന്നെ അതിനൊരു അഡ്രസ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അയക്കുന്ന ആളിൻ്റെ ഇമെയിൽ വിലാസം എഴുതണം. ആദ്യം കിട്ടുന്ന ആളിൻ്റെ ഇമെയിൽ വിലാസം എഴുതണം, അഡ്രസ്സും എഴുതണം. അപ്പോൾ ഇമെയിലിൻ്റെ അഡ്രസ്സ് എല്ലാവർക്കും അറിയില്ല. @gmail.com, നമ്മുടെ പേര് വെച്ചിട്ട് @gmail.com എന്ന് വെച്ചിട്ടാണ് തുടങ്ങുക. അപ്പം ഫ്രമും ടു, നമ്മൾ ഇംഗ്ലീഷിലാണെന്ന് വെച്ചാൽ ഫ്രം ടു, അതായത് അയക്കുന്നതാണ്ടത് ആദ്യം എഴുതണം. നമ്മളാണെന്ന് വെച്ചാൽ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് എഴുതണം. നമ്മൾ ആർക്കാണോ, ജസ്ഫറിനാണെങ്കിൽ അയക്കുന്നതെങ്കിൽ jasper@gmail.com എന്ന് വെച്ചിട്ട് നമ്മൾ തുടങ്ങണം. ഓക്കെ, അതാണ് ഈ ഇമെയിൽ സന്ദേശം അയക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 ഇമെയിൽ ഐഡികളും എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അയക്കുന്ന ആളിൻ്റെ ഇമെയിൽ വിലാസം എഴുതി, പിന്നെ കിട്ടുന്ന ആളുടെ ഇമെയിൽ വിലാസവും എഴുതി. അപ്പോൾ നമ്മൾ പേര് എഴുതിയിട്ട് @gmail.com എന്ന് എഴുതിയാൽ നമുക്ക് ഇമെയിൽ അഡ്രസ്സായി. ഇനി നമ്മൾ മാറ്റർ എഴുതുക. ചിത്രകലയിൽ അതിജീവനത്തിൻ്റെ നൂതന സാന്നിധ്യം കുറിച്ച് ജസ്ഫറിന് എൻ്റെ അഭിനന്ദനങ്ങൾ. അപ്പം നമ്മൾ ആരെയാണ് അഭിനന്ദിക്കുന്നത്? ജസ്ഫറിനെയാണ്. അപ്പം ജസ്ഫർ എന്ന് പറയുന്നത് ചിത്രകലയിൽ അതിജീവനത്തിൻ്റെ നൂതന സാന്നിധ്യം കുറിച്ച ആളാണ്. അപ്പോൾ ജസ്ഫറിന് എൻ്റെ അഭിനന്ദനങ്ങൾ, ഫുൾ സ്റ്റോപ്പ്. നൂതനമായ ഒരു അവബോധത്തിലൂടെ സ്വകീയമായ ഒരു ശൈലി ചിത്രകലയിൽ അവലംബിക്കുകയും രാജ്യാന്തര പ്രശസ്തി സമ്പാദിക്കുകയും ചെയ്ത താങ്കൾ നമ്മുടെ നാടിന് അഭിമാനമാണ്, ഫുൾ സ്റ്റോപ്പ്. കാലവും കലയും താങ്കളെ ഓർമ്മയിൽ സൂക്ഷിക്കും, സംശയമില്ല. അപ്പം ചുരുങ്ങിയ ഒരു സെൻറ്റൻസിനുള്ളിൽ വാക്കുകളിൽ നമ്മൾ നിർത്താണ്. പിന്നെ സ്നേഹപൂർവ്വം, ഒപ്പ്, തീയതി, ഇത്രയായാലും നമ്മുടെ ഇമെയിൽ സന്ദേശമായി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഒരു അഭിമുഖം നടത്താനാണ്. അഭിമുഖം നടത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചോദ്യങ്ങൾ തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തിനെ കുറിച്ചാണ് നമ്മൾ ചോദിക്കേണ്ടത്? അത് നോക്കാം. ചിത്രകലാ ക്യാമ്പിൻ്റെ ഉദ്ഘാടനത്തിന് സ്കൂളിലെത്തുന്ന പ്രമുഖ ചിത്രകാരനുമായിട്ടുള്ള അഭിമുഖത്തിന് ഒരു ചോദ്യാവലി തയ്യാറാക്കുക. അപ്പോൾ നമ്മുടെ സ്കൂളിൽ ഒരു ചിത്രകലാ ക്യാമ്പ് നടക്കുകയാണ്. അതിൽ എത്തുന്നത് ആരാണ്? മുഖ്യാതിഥിയായിട്ട് എത്തുന്നത് ഒരു പ്രമുഖ ചിത്രകാരനാണ്. അപ്പോൾ ആ ചിത്രകാരനുമായിട്ട് നമ്മൾ എന്ത് ചോദ്യമായിരിക്കും ചോദിക്കുക? ചിത്രകലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യാവലി തയ്യാറാക്കുമ്പോൾ നിങ്ങൾ മിനിമം 5 ചോദ്യങ്ങളും എങ്കിലും തയ്യാറാക്കണം. അപ്പോൾ നമുക്കൊന്ന് തയ്യാറാക്കി നോക്കാം. സർ, ചിത്രകല എന്നാൽ എന്താണെന്ന് പറയാമോ? സ്കൂളിൽ പഠിക്കുമ്പോൾ ഏതെല്ലാം ചിത്രങ്ങളാണ് വരച്ചത്? പെൻസിൽ കൊണ്ടുള്ള ചിത്രം വരയ്ക്കലാണോ സാറിന് ഇഷ്ടം? സാർ ചെയ്തിട്ടുള്ള പ്രധാന പെയിൻറ്റിങ്ങളെക്കുറിച്ച് പറയാമോ? സാർ ചിത്രം വരച്ചു തുടങ്ങിയ കാലഘട്ടം ഒന്ന് പറയാമോ? സാറിന് ചിത്രകലയിൽ എന്തെല്ലാം അവാർഡ് കിട്ടിയിട്ടുണ്ട്? ഇങ്ങനെ നമുക്ക് ചിത്രകലയുമായി ബന്ധപ്പെട്ട പരമാവധി ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. അപ്പോൾ നമ്മൾ 2 ആക്ടിവിറ്റീസാണ് നമ്മൾ ചർച്ച ചെയ്ത്, ഒന്ന് ഇമെയിലും അതേപോലെ തന്നെ നമ്മൾ ഒരു ചോദ്യാവലിയും നമ്മൾ പരിചയപ്പെട്ടു. ഇനി അടുത്തത് നമ്മളൊരു ഉപന്യാസം തയ്യാറാക്കാനാണ്. ഉപന്യാസത്തിന് വേറൊരു ടോപ്പിക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇതിലെ ടോപ്പിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിഷയം അതിജീവന കലകളിലൂടെ എന്ന വിഷയമാണ്. അപ്പോൾ നമുക്കൊരു ഉപന്യാസം രചിക്കാൻ എന്തായാലും നമുക്കൊരു വിഷയം തരും. അപ്പോൾ നമ്മൾ ഇവിടുത്തെ വിഷയം അതിജീവന കലകളിലൂടെ എന്നാണ്. അപ്പോൾ നമ്മൾ അത് ഹെഡിങ് ആയിട്ട് എഴുതണം. ഓക്കെ, ഭിന്നശേഷിക്കാരനായ ക്രിസ്റ്റി ബ്രൗൺ ചിത്രകലയിൽ ഉന്നത സ്ഥാനീയനായി മാറിയതിൻ്റെ സാഹചര്യം ആർക്കും പ്രചോദനമായി തീരുന്നതാണല്ലോ. പാഠഭാഗത്തെ കൂടി അടിസ്ഥാനമാക്കി അതിജീവനം
കലകളിലൂടെ എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. ഇതാണ് നമുക്കുള്ള ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? അതിജീവന കലകളിലൂടെ എന്താണോ നമുക്ക് തന്നിരിക്കുന്ന ഉപന്യാസ രചനയ്ക്കുള്ള വിഷയം അത് നമ്മൾ ബോൾഡായിട്ട് കുറച്ച് കട്ടിയിലേക്ക് നമ്മൾ ഹെഡിങ് ആയിട്ട് തലക്കെട്ടായിട്ട് എഴുതുക. പിന്നെ നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ അതിലേക്ക് പ്രസൻറ്റ് ചെയ്യുക. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മുടെ ആൻസർ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില പൊടിക്കൈകളൊക്കെ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മാർക്ക് കിട്ടും. ഇപ്പോൾ നോട്ടീസ് എഴുതാൻ പറഞ്ഞാൽ അതിന് ബോക്സ് വരയ്ക്കുക. ആൻസർ പേപ്പർ നമ്മൾ നല്ല ഒരു നമ്മളുള്ള പെൻസിൽ കൊണ്ടൊക്കെ ഒന്ന് കറുപ്പിച്ചൊക്കെ കൊടുത്തിട്ട് പോയിൻറ്റ്സ് ഒക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ എന്താ നമ്മൾക്ക് കുറച്ച് മാർക്കൊക്കെ നമുക്ക് ഭംഗിക്ക് തന്നെ കിട്ടും. അപ്പം നമ്മൾ വൃത്തിയിൽ നല്ല ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതാന്ന് വെച്ചാൽ നമ്മളെ കയ്യിലുള്ള പഠിച്ച കാര്യങ്ങൾ കുറച്ച് കുറവാണെങ്കിൽ നമ്മളിതൊക്കെ ഈ രീതിയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളതൊക്കെ നമ്മൾ ആൻസർ എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ ഷീറ്റിൽ അതൊക്കെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അല്ലാണ്ട് വലിച്ചു വാരിയൊന്നും എഴുതാണ്ട് വൃത്തിയില്ലാണ്ട് ഒന്നും നമ്മൾ ആൻസർ ഷീറ്റിൽ എഴുതരുത്. വളരെ വൃത്തിയിൽ അടുക്കും ചിട്ടയോട് കൂടി ചില പൊടികൈകളൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല മാർക്ക് തന്നെ കിട്ടും. ഇവിടെ നമ്മൾ നല്ലവണ്ണം പഠിക്കണം. പഠിച്ച ആശയങ്ങൾ നല്ല രീതിയിൽ നമ്മുടെ ഉത്തര കടലാസിൽ പകർത്താൻ നമുക്ക് കഴിയണം. ഓക്കെ, അപ്പോൾ നമ്മുടെ അതിജീവനം കലകളിലൂടെ എന്നാണ് നമ്മുടെ വിഷയം. ഏതൊരു കലാരൂപവും മനുഷ്യന് വേണ്ടിയുള്ളതാണ്. കലകൾ എന്തിനു വേണ്ടിയിട്ടാണ്? മനുഷ്യനെ ആസ്വദിക്കാനാണ് അല്ലേ? മനുഷ്യന് അതിന് സിനിമ ആയിക്കോട്ടെ, ചിത്രരചന ആയിക്കോട്ടെ, ഇനി ഡാൻസ് ആയിക്കോട്ടെ, അങ്ങനെ വേണ്ട നാടകമായിക്കോട്ടെ, സംഗീതമായിക്കോട്ടെ, എല്ലാം എന്താണ്? മനുഷ്യന് ആസ്വദിക്കാനുള്ളതാണ്. നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി അവതരിക്കപ്പെടുന്ന നാടകമടക്കമുള്ള കലാരൂപങ്ങളെല്ലാം മനുഷ്യൻ്റെ അതിജീവനവുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ ആദ്യകാല നാടകങ്ങളെല്ലാം പരിശോധിച്ച് നോക്കുക. കഷ്ടപ്പെടുന്ന മനുഷ്യരുടെ ജീവിതങ്ങളാണ് അതിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. അവയിൽ നിന്ന് മനുഷ്യർ ധാരാളം പാഠങ്ങൾ പഠിക്കുന്നു. അതാണ് അവൻ്റെ അതിജീവന ശക്തി. നാം സാമൂഹ്യമായും സാംസ്കാരികമായി ഇന്ന് എത്തിച്ചേർന്ന പുരോഗതി കലകൾ നമുക്ക് തന്ന അതിജീവനം തന്നെയാണ്. ഏതൊരു കലാസൃഷ്ടിയും അതിജീവിക്കുന്നത് പൂർണ്ണമായും ആസ്വാദകൻ അതിനെ കൈക്കൊള്ളുമ്പോഴാണ്. അപ്പോൾ കല എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യ മനസ്സിനെ വളരെയധികം സ്വാധീനിക്കുന്നതാണ് കലകൾ. അത് നൃത്തമായിക്കോട്ടെ, സംഗീതമായിക്കോട്ടെ, നാടകമായിക്കോട്ടെ, സിനിമകളായിക്കോട്ടെ, സോഷ്യൽ മീഡിയകളായിക്കോട്ടെ, ഇന്ന് മനുഷ്യൻ്റെ ജീവിതത്തിൽ കലകൾക്ക് അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങൾക്ക് ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉപന്യാസ രചനയ്ക്ക് വരുന്ന വേറൊരു ടോപ്പിക്കാണ് ദൃശ്യമാധ്യമങ്ങളും ഇന്നത്തെ കുട്ടികളുടെ സ്വാധീനവും. അതും നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ളൊരു ചോദ്യമാണ്. അപ്പോൾ എന്ത് തന്നെ ആയിക്കോട്ടെ, ഇതൊക്കെ മനുഷ്യൻ്റെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്നത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഒരു കലാസൃഷ്ടി, അപ്പോൾ നമ്മൾ എപ്പോഴും എന്താണ്, നമ്മൾ എല്ലാത്തിൻ്റെയും നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിക്കുക. ഇന്ന് നമ്മൾ ന്യൂസുകളിലായാലും ടി വി ചാനലുകളിലൊക്കെ ആയാലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂസുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഭീകരമാണ്. അപ്പോൾ നമുക്ക് നമ്മളെ കലാസൃഷ്ടികളിൽ നിന്ന് നമ്മൾ നല്ലത് മാത്രം, അല്ലെങ്കിൽ നമ്മളുടെ സാമൂഹിക മാധ്യമങ്ങൾ നല്ലതിന് മാത്രം നമ്മൾ പ്രയോജനപ്പെടുത്തുക എന്ന തിരിച്ചറിവാണ് നമ്മൾ കുട്ടികൾക്ക് വേണ്ടത്. അപ്പോൾ ആ തിരിച്ചറിവിലൂടെയാണ് നമുക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾക്ക് ഒരുപാട് യൂട്യൂബ് ചാനലുകളുണ്ട്, ഒരുപാട് നിങ്ങളുടെ പഠനത്തിന് പ്രയോജനമാകുന്ന ചാനലുകളുണ്ട്. അപ്പോൾ നിങ്ങൾ അത് കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ അത് നല്ലതിന് മാത്രം പ്രയോഗിക്കുക. മറ്റുള്ള അതിൽ നിന്നും കുറേ നമ്മൾ യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും നമുക്ക് ഒരുപാട് തിന്മകളും നമ്മൾ അവിടെ പതിഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കൊന്നും പോകാതെ നമുക്ക് നല്ലത് ഏതിലാണോ അതിലേക്ക് നമ്മൾ ചെല്ലണം. അതിനുള്ള തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. നല്ലതും ചീത്തയും തിരഞ്ഞെടുക്കാനുള്ള തിരിച്ചറിവ് കുട്ടികളായിട്ടുള്ള നമ്മളിൽ അത്യാവശ്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നിരിക്കുന്നത് എന്താണ്? നമ്മുടെ കലാസൃഷ്ടിയാണ്. അപ്പോൾ ഏത് കലാസൃഷ്ടിയും അതിജീവിക്കുന്ന പൂർണ്ണമായും ആസ്വാദകൻ അതിനെ കൈക്കൊള്ളുമ്പോഴാണ്. നോവലായാലും കവിതയായാലും ചിത്രകലയായാലും ഈ ആശയം ബാധകമാണ്. ഒരു ചിത്രം അതിജീവനം കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ കാലം കടന്നു നിൽക്കുക ചെയ്യും. അപ്പോൾ നമ്മളൊരു ചിത്രരചന ഒരാൾ നടത്തി, ഒരു ചിത്രകാരൻ അപ്പോൾ അയാൾ കാലം കടന്നു പോയാലും ചിലപ്പോൾ ചിത്രകാരൻ മറിഞ്ഞു പോയാലും ആ ചിത്രം എന്നും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സിനിമ തന്നെ നമുക്ക് വേഗം മനസ്സിലാകുന്ന രീതി സിനിമയാണ്.
സിനിമയിൽ നമ്മൾ പല അതുല്യ നടന്മാരും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. തിലകൻ, ഇന്നസെൻറ്റ്, അങ്ങനെ തുടങ്ങി ഒരുപാട്, മുരളി തുടങ്ങി ഒരുപാട് പ്രതിഭകൾ, കൽപ്പന തുടങ്ങി ഒരുപാട് പ്രതിഭകളുണ്ട്. പക്ഷെ അവരുടെ ആ സിനിമകൾ ഇന്നും നമ്മൾ കാണുന്നുണ്ട് അല്ലേ. അവരും നമ്മളുടെ ഇടയിൽ ഇല്ലെങ്കിലും അവരുടെ കലാസൃഷ്ടികൾ എന്നും നിലനിൽക്കുന്നതാണ്. നമ്മൾ മരിച്ചാലും അവരുടെ കലാസൃഷ്ടി അതാണ് കലയുടെ ഒരു മാന്ത്രികത എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ചിത്രം അതിജീവനം കൈകൊള്ളുക എന്ന് പറഞ്ഞാൽ കാലം കടന്നും നിലനിൽക്കും അല്ലേ. കാലം കടന്നിട്ടും അവരുടെ കലാസൃഷ്ടികൾ എന്നും നിലനിൽക്കുകയാണ്. രാജാ രവിവർമ്മയുടെ ഒരു ചിത്രം ഇന്നും ദർശിക്കുമ്പോൾ നാം ആസ്വദിക്കുന്നുണ്ടെങ്കിൽ ഒരു ചിത്രം കാലത്തെ അതിജീവിച്ച അർത്ഥം കലാരൂപം ആസ്വാദന മനസ്സിനെ അതിജീവിച്ചു എന്നാണ്. അത്തരം കലാസൃഷ്ടികൾ കാലം കടന്നും നിൽക്കും. അപ്പോൾ നമ്മുടെ പോയിൻ്റൊക്കെ നിങ്ങൾ വൃത്തിയിൽ എഴുതുക. ഇനി നമുക്ക് അടുത്തത് എന്താണ്, ഒരു നിരീക്ഷണക്കുറിപ്പാണ്. നീളും ഈ യാത്രതൻ വിസ്മയങ്ങൾ എന്ന പാഠഭാഗത്തിൽ ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ മരത്തിൻ്റെ പച്ച നിറം മറച്ചുകൊണ്ട് പറ്റിപ്പിടിച്ചിരുന്നപ്പോൾ മരമാകെ മറ്റൊരു നിറമായി എന്ന് നമ്മൾ പഠിച്ചു തന്നെ. അതുപോലെ നിങ്ങൾ കണ്ടിട്ടുള്ള ഏതെങ്കിലും കാഴ്ചകൾ അവ നിരീക്ഷിച്ച് എഴുതാൻ, ഇങ്ങനെ നമ്മുടെ സ്വന്തം അനുഭവം എഴുതാൻ ഏതെങ്കിലും ഒരു ചോദ്യം ഉണ്ടാവും, നമ്മൾ ചെയ്ത യാത്രകൾ. അപ്പോൾ അതൊന്ന് നിങ്ങൾ ഒന്ന് കരുതി വെക്കുക. അങ്ങനത്തെ ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്വയം ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ നമ്മൾ കാണുന്ന ഏതെങ്കിലും ഭംഗിയുള്ള കാഴ്ചകൾ, അതിനെ പറ്റിയിട്ടുള്ള ഒരു വർണ്ണന, ഒരു 5-6 വരികളിൽ ഒതുങ്ങുന്ന ഒരു വർണ്ണന നിങ്ങൾ തയ്യാറാക്കി വെക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും യാത്ര നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും നമ്മുടെ സ്വന്തം ജീവിതത്തിൽ സ്വന്തം അനുഭവം എഴുതാനുള്ള ചോദ്യങ്ങൾ നമുക്കൊന്ന് പ്രതീക്ഷിക്കാം. ഇനി അടുത്തത് ഒരു ആസ്വാദനക്കുറിപ്പാണ്. ഈ ആസ്വാദനക്കുറിപ്പും ഇതേപോലെ തന്നെ നമ്മൾ പഠിച്ച പദ്യഭാഗങ്ങളൊന്നും അല്ലാതെ നമുക്ക് എല്ലാ ചോദ്യങ്ങളിലും കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ആസ്വാദനക്കുറിപ്പ് നമുക്ക് അറിയാവുന്ന ഒരു പദ്യഭാഗം തന്നെയാണ്. വള്ളത്തോളിൻ്റെ പദ്യഭാഗമാണ്. മാതൃഭാഷയുടെ പ്രാധാന്യം വിളിച്ചൊല്ലുന്ന കവിതയാണ് താഴെ തന്നിരിക്കുന്നത്. ഈ കവിതയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ്. മിണ്ടി തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിലും ചുണ്ടുമേൽ അമ്മിന്ന പാലോടൊപ്പം അമ്മ എന്നുള്ള 2 അക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നത് ഒന്നാമതായി. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന് പെറ്റമ്മ തൻ ഭാഷ താൻ, മാതാവിൻ വാത്സല്യ ദുഃഖം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ. അമ്മ തന്നെ പകർന്നു തരുമ്പോഴേ നമുക്ക് അമൃതമായി തോന്നൂ. ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും ഹൃത്തിൽ പതിയണമെങ്കിൽ സ്വഭാഷതൻ വക്തത്തിൽ നിന്ന് കേൾക്ക വേണം. അപ്പോൾ എൻ്റെ ഭാഷ എന്നുള്ള വള്ളത്തോളിൻ്റെ രചനകളാണ്. ഇവിടെ നമ്മൾ എന്തിനെക്കുറിച്ചാണ് വള്ളത്തോൾ ഈ കവിതയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്? ആ മലയാള ഭാഷയുടെ പ്രാധാന്യമാണ് അല്ലേ. മിണ്ടി തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിൽ അമ്മിനപ്പാലിനോടൊപ്പം, അതായത് മിണ്ടാൻ തുടങ്ങുന്ന ഒരു കുഞ്ഞു പൈതലിൻ്റെ വായിൽ വരുന്നത് എന്താണ്? അമ്മിനപ്പാലിനോടൊപ്പം തന്നെ എന്താണ്? അമ്മ എന്നുള്ള ഒരു 2 അക്ഷരമാണ്. അപ്പോൾ മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമ, മർത്യന് പെറ്റമ്മ, അതായത് മനുഷ്യന് പെറ്റമ്മയെ പോലെയാണ് സ്വന്തം ഭാഷ എന്നാണ് കവി ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹൃത്തിൽ പതിയണം സ്വഭാഷിതം. അപ്പോൾ നമുക്ക് എന്തൊരു വേദവും ശാസ്ത്രവും എന്തൊരു അറിവും നമ്മുടെ മനസ്സിലേക്ക് പതിയണമെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിലോ ഹിന്ദിയിലാണോ ചിന്തിക്കുക അല്ല, നമ്മുടെ സ്വന്തം മലയാള ഭാഷയിലാണ് നമുക്കൊരു കാര്യം, നമ്മളൊരു എന്ത് കാര്യം വന്നാലും, ഒരു സന്തോഷം വന്നാലും ഒരു സങ്കടം വന്നാലും എന്തും നമ്മുടെ വികാരവും വിചാരവും ഒക്കെ എന്താണ് നമ്മുടെ ഭാഷയിലാണ് നമ്മൾ ചിന്തിക്കുക. നമ്മൾ എത്ര ഭാഷ പഠിച്ചാലും നമ്മുടെ ചിന്ത പോകുക എന്താണ്? മലയാള ഭാഷയിലാണ്. അതാണ് ഇവിടെ പറയുന്നത്. നമുക്കറിയാൻ പാടില്ലാത്ത വാക്കുകളുടെ ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ധാത്രി എന്ന് പറഞ്ഞാൽ വളർത്തമ്മയാണ്, ദുഗ്ധം എന്ന് പറഞ്ഞാൽ പാലാണ്. ഓക്കെ, വള്ളത്തോൾ നാരായണ മേനോൻ രചിച്ച എൻ്റെ ഭാഷ എന്ന കവിത മാതൃഭാഷയുടെ പ്രാധാന്യം വിളിച്ചോതുന്നു. സംസാരിച്ചു തുടങ്ങുന്ന കുട്ടിക്ക് അമ്മിൻ്റെ പാലിനോടൊപ്പം ലഭിക്കുന്ന മാതൃഭാഷ. മനുഷ്യൻ്റെ പെറ്റമ്മ മാതൃഭാഷയാണ്. മറ്റുള്ള ഭാഷകളെല്ലാം അവൻ്റെ വളർത്തമ്മമാരാണ്. അമ്മയുടെ മുലപ്പാൽ ലഭിച്ചെങ്കിൽ മാത്രമേ കുട്ടികൾ പൂർണ്ണ വളർച്ച നേടുകയുള്ളൂ. അമ്മ പകർന്നു തരുമ്പോൾ മാത്രമേ അമൃത് പോലും നമുക്ക് അമൃതായി തോന്നുകയുള്ളൂ. അതുപോലെ തന്നെയാണ് മാതൃഭാഷയും. ഏത് വേദവും ഏത് ശാസ്ത്രവും ഏത് കാവ്യവും നമ്മുടെ മനസ്സിൽ പതിയണമെങ്കിൽ അത് നമ്മുടെ മാതൃഭാഷയിലാവണം. മാതൃഭാഷയുടെ മഹത്വവും പ്രാധാന്യവുമായി ഈ കവിതയിലൂടെ വള്ളത്തോൾ ഉദ്ഘോഷിക്കുന്നത്. മാതൃഭാഷയ്ക്ക് പെറ്റമ്മയുടെ സ്ഥാനമാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. മറ്റെല്ലാ ഭാഷകളെക്കാളും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് മാതൃഭാഷയ്ക്കാണെന്ന് അദ്ദേഹം പറയുന്നു. അപ്പം മാതൃഭാഷയ്ക്ക് പ്രാധാന്യം എന്നൊരു ഉപന്യാസം വന്നിട്ടുണ്ടെങ്കിലും ഇതിൽ നിന്നുള്ള പോയിൻ്റൊക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. ഓക്കെ.
ഇനി നമുക്ക് അടുത്തൊരു പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കാനാണ്. നമ്മുടെ സമൂഹ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ് ചലച്ചിത്ര ഗാനങ്ങൾ. ഈ പ്രസ്താവനയോട് പ്രതികരിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ്. ഇനി അടുത്തത് ബി ചോദ്യമുണ്ട്. എല്ലാ ചോദ്യത്തിനും ഒരു ഉപചോദ്യം ഉണ്ടാവും. ബി ചോദ്യം എന്താണ്? പൂവിടാൻ കുന്നിൻ്റെ തോളത്ത് ഭൂമി കാണാനായി എത്തുന്നത് ആരാണ്? മുത്തശ്ശി, കുട്ടികൾ, കുമ്മാട്ടി, കാവിലെ കൊല. ആരാണ്? കുമ്മാട്ടിയാണ് ശരിയായ ഉത്തരം. ഇനി നമുക്ക് ചലച്ചിത്ര ഗാനങ്ങൾ നമ്മുടെ സമൂഹ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ്. ഇതിനോട് നിങ്ങളുടെ പ്രതികരണം, നിങ്ങളുടെ അഭിപ്രായവും പറയാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ചലച്ചിത്ര ഗാനങ്ങൾ ഇന്നും എന്നും ആരാധകരുള്ള ചലച്ചിത്ര ഗാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത്രയേറെ ഇഴുകിച്ചേർന്നിരിക്കുന്നു. നമ്മുടെ സമൂഹ ജീവിതത്തെ വളരെയധികം സ്വാധീനം ചെലുത്തുന്നവയാണ് ചലച്ചിത്ര ഗാനങ്ങൾ. ഓക്കെ, നമ്മുടെ സമൂഹ ജീവിതത്തിൽ വളരെയേറെ സ്വാധീനം ചെലുത്തുന്നതാണ് ചലച്ചിത്ര ഗാനങ്ങൾ. സമ്പന്നമായ ഒരു ചലച്ചിത്ര ഗാനശേഖരം മലയാളത്തിനുണ്ട്. പ്രശസ്തരായ നിരവധി ഗാനരചയിതാക്കളും സംഗീത സംവിധായകരും ഗായകരും ചേർന്ന് ഒരിക്കലും മറക്കാനാവാത്ത നിരവധി ഗാനങ്ങളാണ് നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. ചലച്ചിത്ര ഗാനങ്ങൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗം കൂടിയാണ്. ജനപ്രീതിയിലും ഈ ഗാനശാഖ മുന്നിട്ട് നിൽക്കുന്നു. ചലച്ചിത്ര ഗാനങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് എത്രയോ മാധ്യമങ്ങളും കലാസംഗീതങ്ങളും ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഉപന്യാസമാണ്. നമ്മൾ 2 ഉപന്യാസമാണ് ഇതിലിപ്പോൾ പഠിക്കുന്നത്. കുട്ടികളും ദൃശ്യമാധ്യമങ്ങളും ഈ വിഷയത്തെക്കുറിച്ച് ഉപന്യാസം തയ്യാറാക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഈ കുട്ടികളും ദൃശ്യമാധ്യമങ്ങളും എന്നതാണ് നമ്മുടെ വിഷയം. അത് നമ്മളിവിടെ ഹെഡിങ് ആയിട്ട് കൊടുക്കണം. ഇവിടെ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് കൊടുക്കാത്തത്. അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കുക. കുട്ടികളുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്നതിനുള്ള ഒരു അടിസ്ഥാന ഘടകമായി നാം ദൃശ്യമാധ്യമങ്ങളെ കാണണം. മിക്ക കുട്ടികളും ടെലിവിഷൻ കാണാനും വെബ് സോഷ്യലൈസ് ചെയ്യാനും വീഡിയോ ഗെയിമുകൾ കളിക്കാനും സമയം കണ്ടെത്തുന്നു. ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ തുടങ്ങിയവ കുട്ടികൾക്കിടയിൽ പ്രചാരത്തിലുള്ളതാണ്. ദൃശ്യമാധ്യമങ്ങൾ കുട്ടികളുടെ പഠനത്തിനും അവരുടെ സംസ്കാരത്തെ വളർത്തുന്നതിനും ഏറെ പ്രയോജനപ്പെടുത്തുന്നു. ദൃശ്യമാധ്യമ സ്വാധീനം എന്നത് ആ മാധ്യമ സന്ദേശം ചെലുത്തുന്ന യഥാർത്ഥ ശക്തിയാണ്. ഈ മാധ്യമങ്ങൾ ഗുണകരമായും ദോഷകരമായും ബാധിക്കുന്നുണ്ട്. കുട്ടികളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്താനും അറിവിൻ നൂതന മുഖങ്ങൾ നൽകാനും മനോഭാവങ്ങളെ മാറ്റിമറിക്കാനും സഹായിക്കുന്നു. പെരുമാറ്റ മര്യാദകൾ പഠിക്കാനും പ്രയോഗിക്കാനും ദൃശ്യമാധ്യമങ്ങൾ പ്രയോജനപ്പെടുന്നു. ദൃശ്യമാധ്യമങ്ങൾ നൽകുന്ന പുരോഗമനാശയങ്ങൾ കുട്ടികളിൽ ഗണ്യമായ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രയോജനരഹിതമായ വിഷയങ്ങൾ അവർ ഒഴിവാക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങളാണ്. അതിലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ക്ഷണക്കത്ത് തയ്യാറാക്കാൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ ഉപന്യാസം തയ്യാറാക്കാൻ മാതൃഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ ഉപന്യാസം പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓൾറെഡി 3 ഉപന്യാസം നമ്മൾ പഠിച്ചു. പിന്നെ വിശകലന കുറിപ്പ്, നമ്മൾ കുഞ്ഞുമീനിൻ്റെ ചോദ്യത്തിന് അമ്മ നൽകിയ ചോദ്യത്തിൻ്റെ ആ ഒരു വിശകലനക്കുറിപ്പ്, അതായത് ഇന്നത്തെ കടലായിരിക്കുമ്പോൾ നാളെ എന്ന ചോദ്യത്തിൻ്റെ വിശകലനക്കുറിപ്പ്. പിന്നെ കഥാപാത്ര നിരൂപണം നമ്മൾ പഠിച്ചു. നമ്മൾ അതിലെ അമ്മമീനിൻ്റെ കഥാപാത്ര നിരൂപണമാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ 2 ചോദ്യ പേപ്പറിലായിട്ട് മോഡൽ ക്വസ്റ്റ്യൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ, ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റിയായ 7ാം ക്ലാസ് പഠിക്കുന്ന ബെസ്റ്റിയുടെ പേര് കമൻറ്റ് ചെയ്യുക. ആ ബെസ്റ്റിക്ക് ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഒരു ലൈക്ക്, എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക് യു.